ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, കോടതിയിൽ എന്തുവാണ് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ കോടതിയിലുണ്ടെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടത്, അതിനുള്ള എല്ലാ കാരണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. സോ നിങ്ങളുണ്ടെങ്കിൽ അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ 2-3 ദിവസമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സോഷ്യൽ മീഡിയയിലും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ദിലീപിൻ്റെ വിഷയം തന്നെയാണ്. ഒരുപാട് പേര് ഇതേ കണക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്, ഇത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല, കറക്റ്റായിട്ട് ഇത്രയും തെളിവൊക്കെ ഉണ്ടായിട്ടും എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ അതേ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഇതേ കണക്കത്തുള്ള ചോദ്യങ്ങൾ വരുന്നുള്ളൂ. പക്ഷെ കോടതിയിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു തെളിവുകളും ഇല്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ദിലീപിനെ ശിക്ഷിക്കുക? ഇപ്പോൾ തെളിവുണ്ടെങ്കിൽ മാത്രമേ ആരായിരുന്നാലും ശിക്ഷിക്കാൻ പറ്റൂ. പക്ഷെ തെളിവുകളെല്ലാം ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ദിലീപിന് ഒരു പ്രശ്നവും ഇല്ല. എല്ലാം ഉണ്ടെങ്കിൽ ദിലീപിനെതിരെയല്ല. ദിലീപിനെതിരെ ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് ഇതേ കണക്ക് കോടതി വിട്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഇതേ കണക്ക് കോടതിയിൽ എന്തുകൊണ്ട് സംഭവിച്ചത്, എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുകൊണ്ടെങ്കിൽ ന്യൂസിൽ വന്നിട്ടുണ്ട്, അതെന്തുവെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദിലീപ് പറയുന്നു. തുടർന്ന് ഈ വിഷയം എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഈ അതിജീവിതയായ നടിയാണ് എന്ന ബോധ്യത്തിൽ ദിലീപ് ഇവരോട് വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുന്നു. നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന ഡയലോഗ് പറയുന്നു എന്നുള്ള മൊഴിയാണ് നടി കോടതിയിൽ നൽകിയത്. അതിനുശേഷം ഇവരോട് സംസാരിച്ച ബിന്ദു പണിക്കരും സിദ്ദിഖും മറ്റും പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ദിലീപിന് ഈ കാര്യമെല്ലാം മനസ്സിലായിട്ടുണ്ട്, ദിലീപിന് നിന്നോട് കടുത്ത വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് നീ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് പിന്തിരിയണമെന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞു എന്നുള്ള മൊഴിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. മറ്റു കൂടെ ഉണ്ടായിരുന്ന സോ ഇത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ കൺഫ്യൂസ് തോന്നിക്കാണും എന്തുവാണ് പറയുന്നതെന്നുള്ളൊരു കാര്യം. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇവർ ഇതേ കണക്ക് മഞ്ജു വാര്യർ അടുത്ത് ഇതേ കണക്ക് നടിയുണ്ടെങ്കിൽ കാവ്യ മാധവൻ്റെ അതോടെ തന്നെ ദിലീപിൻ്റെയും കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്കൊരു ടൂർ പോലെ ഉണ്ടായിരുന്നു, ഒരു പരിപാടി, മഴവിലിൻ്റെയൊക്കെ അമ്മയുടെയൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഇവർ രണ്ടുപേരുമായിരുന്നു പെയറായിട്ട് ചെയ്യുന്നത്. സോ ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് കാവ്യ മാധവനും അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് നടിമാർ ഇതേ കണക്ക് ഉണ്ടെങ്കിൽ കാവ്യ മാധവൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധം എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഇതേ കണക്ക് കാവ്യ മാധവൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയെന്നുള്ള രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്ന നടിമാരൊക്കെ പറഞ്ഞിരുന്നത്. സോ അതിനെ തുടർന്നാണ് ഇതേ കണക്ക് ദിലീപ് നടിയെ ഭീഷണിപ്പെടുത്തി. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്ന ഇതേ കണക്ക് ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു നിന്നോടുണ്ടെങ്കിൽ ദിലീപിന് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞ് നടക്കല്ലെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ കണക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കോടതി വന്നപ്പോൾ ഇവരെല്ലാം മൊഴി മാറ്റി പറഞ്ഞെന്നുള്ള രീതിയിലാണ് പിന്നെ വന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരുപാട് നടിമാർക്കെതിരെ വന്ന് നിങ്ങളുണ്ടെങ്കിൽ ആദ്യ സമയത്ത് ഇതൊക്കെ കണ്ടവരുണ്ട്, എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ കോടതി വന്നപ്പോൾ എന്താണ് മൊഴി മാറ്റി പറഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിതിൻ്റെ ഫുൾ എന്തുവാണ് നടന്നതെന്നുള്ളത് കേട്ട് നോക്കുക. എന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. എന്നാൽ നമുക്കിനി വീഡിയോയിൽ ഒന്ന് കേട്ട് നോക്കിയേക്കാം. നടിമാരും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രോസിക്യൂഷന്റെ ആർഗ്യുമെന്റ് നോട്ടിൽ പേജ് നമ്പർ 59-ലും 60-ലും ഈ ദിലീപിന്റെ വൈരാഗ്യം നടിയോട് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ അമ്മ ക്യാമ്പിൽ ഇത്തരത്തിൽ കാവ്യ മാധവനോട് മറ്റുള്ളവർ സംസാരിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തതും തുടർന്ന് ഇവർ പൊട്ടിക്കറിഞ്ഞതും മറ്റും ദിലീപിന് വലിയ വൈരാഗ്യം കൂടാൻ കാരണമായി എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഷാർജയിലും കൊച്ചിയിലും മറ്റുമായി നടന്ന പരിപാടികളിലും റിഹേഴ്സൽ ക്യാമ്പിലും ഒക്കെയായി മുകേഷ്, സിദ്ദിഖ്, ഭാമ, ബിന്ദു പണിക്കർ, ഇടവേള ബാബു എന്നിവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള മൊഴികൾ അത് കൃത്യമായി തന്നെ കോടതിയിൽ നടി ബോധ്യപ്പെടുത്തുകയും മറ്റും ചെയ്തു എങ്കിൽ പോലും ഈ കാര്യങ്ങളിൽ നിരവധി സംശയങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾ തന്നെ കോടതി നടിയോട് ചോദിക്കുകയുണ്ടായി. ഒപ്പം പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസിൽ ഇത്തരം പല കാര്യങ്ങളും പൊളിയുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതായത് ദിലീപും നടിയും തമ്മിൽ വലിയ തോതിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന ആദ്യഘട്ടത്തിൽ വലിയ ബന്ധമുണ്ടായിരുന്നില്ല, സംസാരിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ ഷോയിൽ ഉടനീളം ഈ നടി, അതിജീവിതയായ നടി വലിയ സന്തോഷത്തിലാണ് പെരുമാറുന്നത് എന്നും ഇവർ രണ്ടുപേരുമാണ് ഈ ഷോയിലെ മെയിൻ ക്യാരക്ടേഴ്സ്, അതായത് നടനും നടിയുമായി സ്കിറ്റിലും ഡാൻസിലും മറ്റും അഭിനയിച്ചത് ഇവർ രണ്ടുപേരും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നില്ല ഇവരുടെ പെരുമാറ്റവും മറ്റും. ഇവർ പരസ്പരം സംസാരിച്ചിരുന്നു എന്ന് കൂടെയുള്ള നടിമാർ ഒപ്പം നടന്മാർ മൊഴി നൽകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു അവിടെ, അല്ലാതെ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായതായി തങ്ങൾക്ക് അറിയില്ല എന്ന് കൂടെയുള്ള നടീനടന്മാർ മൊഴി നൽകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു 3 മാസം നീളുന്ന ഒരു ഷോയാണ്, അവിടെ നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ ശത്രുതാ മനോഭാവം പുലർത്തുന്ന ഒരാൾക്കൊപ്പം എങ്ങനെ ഇത്ര സന്തോഷത്തോടു കൂടി ഒരു ഷോയിൽ ഉടനീളം നിങ്ങൾ പങ്കെടുത്തു? കാരണം ഇതിൽ ഡാൻസ് ചെയ്തതും സ്കിറ്റ് ചെയ്തതും ഒക്കെ ഒരുമിച്ചാണ്, എങ്ങനെ പങ്കെടുത്തു എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് നടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട് കോടതി രഞ്ജിത്ത്, ഇവിടെ 2012-ലും 2013-ലുമാണ്
ഈ പറയുന്ന രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നത്, റിഹേഴ്സൽ ക്യാമ്പും യൂറോപ്യൻ യാത്രയും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ നടി ആക്രമണം അതിനും വർഷങ്ങൾക്ക് ശേഷമാണ്, 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് നടി ആക്രമണം സംഭവിക്കുന്നത്. ഈ ഒരു ഭീഷണി അതുകൊണ്ട് മാത്രം ഇതിനെ ഈ ദിലീപാണ് ഈ അതിജീവിതയെ, നടിയെ ആക്രമിച്ചതെന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? സ്വാഭാവികമായും അതൊക്കെ ആയിരിക്കുമോ ഈ കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയായത്? അത് തന്നെയാണ്. അതായത് ഈ കാലയളവ്, ദിലീപ് ഈ വിഷയം ആസൂത്രണം ചെയ്യാൻ വേണ്ടി എടുത്ത കാലയളവുമായി ബന്ധപ്പെട്ടൊക്കെ വേണമെങ്കിൽ പ്രോസിക്യൂഷൻ വാദത്തിൽ അവരങ്ങനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതിനൊരു മോട്ടീവിന് തുടക്കം എന്ന് പറയുന്നത് ഈ വിഷയമാണ്. കാവ്യ മാധവന്റെ മെസ്സേജ്, ദിലീപ് അയച്ച മെസ്സേജ് മഞ്ജുവാരുടെ ഫോണിൽ കാണുകയും തുടർന്ന് ഈ നടിയോട് ഈ വിഷയത്തിൽ സംസാരം ഉണ്ടാവുകയും നടി ഈ വിഷയം വളരെ കൃത്യമായി തന്നെ ഈ കാവ്യയും ദിലീപുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് ഇതിന് തുടക്കമായി, സംഭവത്തിന് തുടക്കമായി പറയുന്നത്. തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ഒരു ക്രോണോളജിയായി ഞാനിപ്പോൾ പറഞ്ഞത്. അത് 2012-ലും 2013-ലും മറ്റുമായി നടന്ന സംഭവങ്ങളാണ്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ഒന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ബസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് കാവ്യ, ഈ നടിയുടെ അമ്മ ഉണ്ടായിരുന്നു. ഈ അമ്മ ഒരു സമയത്ത് പോലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി കോടതി കണ്ടു. മറ്റൊന്ന്, ഒരു ശത്രുതയുണ്ട് എന്ന് കരുതുന്ന ഒരു നടനൊപ്പം മകളെ പരിപാടികൾ, അതായത് ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എന്തിന് അമ്മ വിട്ടു എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതും കോടതി അത്ര ഒരു അവിശ്വസനീയമായി കണ്ട ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതേണക്ക് ഇൻ്റർവ്യൂസിനൊക്കെ വന്നിരുന്ന് പറയാറുണ്ട്, ഇത്രയും തെളിവുണ്ട് എന്നിട്ടും ഉണ്ടെങ്കിൽ കോടതി വെളിയിൽ വിട്ടതാണ്, അങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേണക്ക് വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരിക്കും. വക്കീലുമാരൊക്കെ ഉണ്ട്. പക്ഷേ അതുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ വന്നിരുന്ന് പറയുന്നതിൻ്റെ പാതി പോലും ഉണ്ടെങ്കിൽ കോടതി ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതേണക്കുള്ള ഒരു വിധി വരത്തില്ല. ഇപ്പം മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോടതിയിലുണ്ടെങ്കിൽ ഇതേണക്ക് തെളിവുകളൊന്നും ദിലീപിനെതിരെ ഇല്ല, തെളിവുകളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കോടതിക്ക് തന്നെ ഡൗട്ട് വരുന്നെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതേ കണക്കുണ്ടെങ്കിൽ നടിക്കെതിരെ ഈ ദിലീപ് ഇതേ കണക്ക് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ അറിയാം ഇതേ കണക്ക് പ്രശ്നങ്ങളുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഇതേ കണക്കൊരു ടൂർ പോകുന്നത് എങ്ങനെയാണ്? അതോടെ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം അത്ര കറക്റ്റ് അല്ല, ഇതേ കണക്ക് ആ പരിപാടിക്ക് ഇടയിലുണ്ടെങ്കിൽ ഇവരെല്ലാം സന്തോഷമായിട്ടാണ് ഇരുന്നത്. അതോടെ തന്നെ ഈ സംഭവം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ദിലീപ് ഇതിനുള്ള ഒരു ഉത്തരവാദിയാവുന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. സോ അതൊരു പോയിന്റാണ്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ദിലീപിനെതിരെ ഇപ്പോൾ ഈ തെളിവുകൊണ്ട് ആ തെളിവുകൊണ്ടെന്ന് വെളിയിൽ ഒരുപാട് പേര് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ കോടതിയിലെത്തുമ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു തെളിവുകളും നിൽക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയും വർഷം 8-9 വർഷമായിട്ട് ഇതുവരെ ഉണ്ടെങ്കിൽ ഒരു തെളിവ് പോലും കിട്ടിയില്ല, അതുകൊണ്ട് വെറുതെ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഓരോരോ ഇൻ്റർവ്യൂസ് നോക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഇതേ കണക്ക് ഓരോ വക്കീൽ അവിടെ വന്നിട്ട് എൻ്റെ ഈ തെളിവുണ്ടെങ്കിൽ ഇതേ കണക്കാണ് അതേ കണക്കാണെന്ന് നമ്മൾ പറയുന്ന ഒരുപാട് കേട്ടിട്ടുണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു തെളിവുകളും ഉണ്ടെങ്കിൽ കോടതിയിൽ എത്തിയിട്ടില്ല. അങ്ങനെ കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ദിലീപിന് ഇതേ കണക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്തതായിരിക്കും. സോ ഇതിൽ മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു വൈരാഗ്യം കൊണ്ടാണ് ദിലീപ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ വൈരാഗ്യം കൊണ്ട് ഇത്രയും ഇങ്ങനെ ചെയ്തെങ്കിൽ അതിനൊരു തെളിവെങ്കിലും വേണ്ടേ? ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തമ്മിൽ അടി ഉണ്ടാകുന്നതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്, ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. ഓരോരോ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ രീതിയിലാണ്, അതിൽ ബാക്കിയുള്ളവർ ഇടപെടുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളും വരും. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഇതേ കണക്ക് കോടതി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്നറിയാം, എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഫംഗ്ഷൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് നടിയുടെ കുടുംബം ഇതേ കണക്ക് സമ്മതിച്ചത്, ഇതേ കണക്ക് ദിലീപിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നോർമലായിട്ട് അവരുടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഡൗട്ട് വരികയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇതേ കണക്കുണ്ടായി ഒരുപാട് നാളുണ്ടായി ഇതിൻ്റെ കേസ് പോവുകയും ഒരുപാട് ഇയറിങ്ങും അതോടെ തന്നെ ക്രോസ് വിസ്താരവും എല്ലാം ചെയ്തത് കഴിഞ്ഞിട്ടുമാണ് ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിൽ ദിലീപിനെതിരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. എത്ര വർഷമായിട്ട് കേസ് കിടക്കുന്നതാണ്, ഒരുപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വരുന്നതാണ് ഇങ്ങനത്തെ തെളിവ് കിട്ടി അങ്ങനത്തെ തെളിവ് കിട്ടിയെന്ന്. പക്ഷെ അതൊന്നും റിയാലിറ്റിയിലുണ്ടെങ്കിൽ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ളൊരു വിധി വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, പറയുള്ളവർ പിന്നെയും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു തെളിവോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളോ വെളിയുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു വിധി ഇപ്പോൾ വരത്തില്ലായിരുന്നു. യഥാർത്ഥത്തിൽ കോടതിയിലാണ് തീർച്ചയായിട്ടും കറക്റ്റായുള്ള തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ ശിക്ഷക്കാരാവേണ്ടത് അവരെ ശിക്ഷിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ദിലീപ് വെളിയിൽ വന്നിരിക്കുന്നു. പിന്നെ ഉണ്ടെങ്കിൽ പഴയ പോലെ തന്നെയാണ് ഇതേ കണക്ക് ദിലീപ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വെളിയിൽ സംസാരിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഒരു തെളിവുകൾ ഇതുവരെ ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ആരുടെ ഭാഗത്ത് ശരിയോ തെറ്റോ എന്ന് അറിയില്ല. എന്തായിരുന്നാലും ശരി, അവസാനം സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും.